പീഠം കാണാതായതുമായി ബന്ധപ്പെട്ട് അത് നൽകിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തറവാട് വീട്ടിലാണ് ഞാനുള്ളത്. അമ്മ സുഭദ്ര നമുക്കൊപ്പം ഉണ്ട്. ഇത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നോ അതോ വാസുദേവൻ കൊണ്ടുവച്ചതാണോ? എന്താ സംഭവം? വാസുദേവൻ ഒരു 10 ദിവസത്തിനകം വാസുദേവൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ കൊണ്ട് തന്നതാണ്. അന്ന് മോൻ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ കൊണ്ട് തന്നതാണ്, അല്ലാതെ ഇവിടെ ഇല്ലായിരുന്നു. അത് അന്ന് അത് എവിടെ അയാളെ എങ്ങനെ പോയിന്നു അതൊന്നും ഉള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ശബരിമലയിൽ ഇത് വച്ചപ്പോഴത്തേക്കും വലുതായി പോയപ്പം വേറെ പണിഞ്ഞുകൊണ്ട് വച്ചപ്പം ഇത് വലുതായി പണിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ആര് കൊണ്ടുപോയി എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. മോളും കൂടെ അങ്ങനെ വന്നേ. മോളും അച്ഛനും കൂടെ തിരുവനന്തപുരത്തിന്റെ കോളേജിൽ എന്താ പോകാൻ നേരത്താണ് ഒരു 10 ദിവസം അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ മോൻ പറഞ്ഞു ഇപ്പം ഇത് ഇത്രയും വിവാദമായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കൊല്ലോ നിങ്ങൾക്ക് അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഞാൻ ഒന്നി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കൊടുക്കാമെന്ന് മോൻ പറഞ്ഞതാണ്. ദേവസ്വം ബോർഡിൽ കൊടുക്കാന്ന് പറഞ്ഞാണ്. ഞാനിത് അറിഞ്ഞില്ല, ഞങ്ങൾ ആവശ്യം ഉണ്ടെന്നുള്ളത് ദേവസ്വം ബോർഡിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ പറഞ്ഞ നമ്മൾ രണ്ടുപേരും അകത്താവും, ഇത് ഒന്നി ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്രയും സംസാരിച്ചത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് അല്ലേ? അതുകൊണ്ട് ഭയന്ന് കൊടുത്തില്ല. പിന്നീട് മോൻ ഇവിടെ വെച്ചു. മോൻ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു. 3-4 ദിവസത്തിന് മുമ്പ് പോയപ്പം സഹോദരി അവിടെ കൊണ്ടുവച്ച് അയാൾ കൊണ്ടുപോകൂല. പുള്ളി തന്നെ ഇവിടെ കൊണ്ട് വീടിനകത്ത് കയറ്റി വെച്ചോ? ഇവിടെ അലമാരി തുറന്നു കൊടുത്തു. അങ്ങനെയാണ്, ഞാൻ കണ്ടില്ല, ഞാൻ അടുക്കളയിൽ നിൽക്കായിരുന്നു അപ്പോഴും പറഞ്ഞത്. അലമാരി തുറന്നു കൊടുത്ത് അയാൾ തന്നെ വച്ചത്. അയാൾ അവിടെ അങ്ങനെ തന്നെ മൊഴി കൊടുത്തിരിക്കണത്. പക്ഷെ പുള്ളി പറയുന്നത് കേൾക്കാതെ ദേവസ്വം ബോർഡിൽ കൊടുക്കായിരുന്നെങ്കിൽ ഈ വിവാദം ഒന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ? പറയാൻ പറ്റൂലല്ലോ, നമ്മള് ഇത് നമുക്കത് അറിയാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെയാണ് ഉണ്ടായത്. മോൻ ഇവിടെ എങ്ങനെ എല്ലാ മാസവും വരും? എങ്ങനെയാ? എല്ലാ മാസവും വരും. 30 വർഷം കൊണ്ട് ശബരിമല കൂട്ടുകാരോടി പല കാര്യങ്ങളും ചെയ്യണതാണ്. അതൊക്കെ എനിക്കറിയാവൂ, കൂടുതലൊന്നും അറിഞ്ഞൂടാ. ശബരിമല ഇതിനു മുമ്പും ഇങ്ങനെ ഓരോ സഹായങ്ങൾ കൂട്ടരോടി ചെയ്യാറുണ്ട്. കൂട്ടരോടി ഓരോരുത്തരെ കൊണ്ട് ഒക്കുന്നുള്ള കാര്യങ്ങൾ 30 വർഷം കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണത്. വിവാദമൊക്കെ ഉണ്ടാകുമ്പം ആകെ ബുദ്ധിമുട്ടായല്ലേ? ഇനിയിപ്പം പറയണത് തരണം ചെയ്തല്ലേ ഒക്കെ ഉള്ളു. മോനിതില് അയ്യപ്പൻ ഭക്തിയില് ചെയ്തൊരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. അതിന് ഇങ്ങനെയൊക്കെ ആയി. അതെ, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല എനിക്ക് പറയാൻ. ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്താണോ മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്? 3 ദിവസത്തിന് മുമ്പ് പോയപ്പോഴാണ് കൊണ്ടുവച്ചത്. ഇത് തിരിച്ച് ഇപ്പൊ നട തുറക്കുമ്പോ പണിഞ്ഞത് അവിടെ കൊണ്ട് വയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ലേ വിവാദം ആയത്. ഇപ്പൊ ഇരുന്നത് കൊണ്ടുവന്ന് വച്ചപ്പോഴും അപ്പൊ അത് കൊണ്ട് വച്ചിട്ട് പോകാന്ന് പറഞ്ഞപ്പോ അത് വിവാദമായപ്പോ പിന്നെ അവിടെ നിന്നിട്ട് ടിക്കറ്റ് കിട്ടിയപ്പോ അങ്ങ് പോയപ്പോ അവിടെ കൊണ്ടുവച്ചത്രയേ ഉള്ളൂ. ഇതാണ് അമ്മയ്ക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയ്ക്ക് പറയാനുള്ളത്. അതായത് പരാതി കൊടുക്കുന്ന സമയത്ത് ഇത് വാസുദേവന്റെ കയ്യിലുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയില്ലായിരുന്നു. ഏതാണ്ട് 20-ാം തീയതിയോ 21-ാം തീയതിയോ മകളുമായി വന്നാണ് ഇവിടെ അത് ഏൽപ്പിച്ചത്. ദേവസ്വം ബോർഡിൽ കൊടുക്കാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ കൊടുത്താൽ നമ്മൾ അകത്താകും, ജയിലിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് അത് ദേവസ്വം ബോർഡിന് നൽകാതെ കയ്യിൽ തന്നെ മകൻ സൂക്ഷിച്ചത് എന്നാണ് സുഭദ്രാദേവി പറയുന്നത്. VD ജേർണലിസ്റ്റ് ബിബിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.